പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഡിസംബർ 9 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിധി എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഞാൻ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആ നിരീക്ഷണങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പുറത്തു വന്നത് എന്ന് നമ്മൾ കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയ നിരീക്ഷണത്തിൽ UDF അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ മുന്നോട്ട് വച്ചത്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായും ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് 2020 തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10-25 വാർഡുകളിൽ കോൺഗ്രസ്സിന് റിബലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ റിബലുകളൊന്നും ഉണ്ടായിരുന്നില്ല. സാമാന്യം മെച്ചപ്പെട്ട ഒരു മേയർ സ്ഥാനാർത്ഥിയാണ് UDFന് ഉണ്ടായിരുന്നത്. അത് BJP NDAക്കാളും ഇടതുപക്ഷത്തെക്കാളും മെച്ചപ്പെട്ട മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. മൂന്നാമതായി ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ സാമാന്യം കാര്യക്ഷമമായി തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു. K. മുരളീധരൻ കൊടുത്ത നേതൃത്വത്തിൻ്റെ ഗുണം അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങളും UDFന് ഗുണം ചെയ്യാനാണ് സാധ്യത എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു 30-37 സീറ്റുകളെങ്കിലും നേടി UDF അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഞാൻ നിരീക്ഷിച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തവണ 35 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് ഇത്തവണ 50-51 സീറ്റ് അവർക്ക് കിട്ടി. കഴിഞ്ഞ തവണ 9 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് 19 സീറ്റ് കിട്ടി. കഴിഞ്ഞ തവണ 52 സീറ്റുകൾ ഉണ്ടായിരുന്ന CPMന് ഈ തവണ 29 സീറ്റുകളാണ് ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ നിരീക്ഷണത്തിന് ഘടകവിരുദ്ധമായി BJPക്ക് എങ്ങനെ ഇത്ര മെച്ചപ്പെട്ട ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യണം. കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതും, അതേസമയം തന്നെ കോൺഗ്രസ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വോട്ടുകൾ എങ്ങനെ ഇരട്ടിപ്പിച്ചു എന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ 52 സീറ്റുള്ള CPM എങ്ങനെ 29ലേക്ക് എത്തി എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചത്? നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന സാഹചര്യത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അതൊരു BJP അനുകൂല ഫലമല്ല, മറിച്ച് അത് കടുത്ത തോതിൽ CPM വിരുദ്ധ ഫലമാണ് എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP 35-ൽ നിന്ന് 51ലേക്ക് എത്തി. അതേസമയം CPM 52-ൽ നിന്ന് 29ലേക്ക് താന്നു. കോൺഗ്രസ് 8-ൽ നിന്ന് 19ലേക്ക് അവർ എത്തി. ഇതാണ് റിസൾട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ വിശദാംശങ്ങളിൽ പറയാൻ പോകുന്നത്, ഇതൊരു CPM വിരുദ്ധ റിസൾട്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഈ CPM വിരുദ്ധ റിസൾട്ടിൻ്റെ ഗുണം ഭൂരിപക്ഷം BJPക്കും ന്യൂനപക്ഷം ആയിട്ട് കോൺഗ്രസിനും ഗുണം ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മൊത്തത്തിൽ പറഞ്ഞാൽ CPMൻ്റെ അണികളുടെ എതിര് വികാരത്തിൽ നിന്ന് BJPയും കോൺഗ്രസും നേട്ടമുണ്ടാക്കി എന്ന് നമ്മൾ വിലയിരുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2000 മുതൽ CPM ആണ് തിരുവനന്തപുരം ഭരിക്കുന്നത്. ശിവൻകുട്ടി ഭരിച്ചു, ജയൻ ബാബു ഭരിച്ചു, ചന്ദ്രിക മേയർ VK പ്രശാന്ത്, ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ, ഒരു 5-6 മേയർമാർ കഴിഞ്ഞ 25 വർഷക്കാലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് CPMൻ്റെ നേതൃത്വത്തിൽ. ആ CPMൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന ഭരണത്തിലുള്ള അതിഭീകരമായിട്ടുള്ള അഴിമതി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നിയന്ത്രണമില്ലാത്ത അഴിമതി
പൊതുവിൽ ജനങ്ങളെയും പ്രത്യേകിച്ച് CPM-ൻ്റെ അണികളെയും വലിയ തോതിൽ അസ്വസ്ഥരാക്കിയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. കാരണം അതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ആര്യ രാജേന്ദ്രനെ CPM ഇറക്കാതിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം കഴിഞ്ഞ 10-25 വർഷക്കാലമായി നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്ത് അതിഭയാനകമായിട്ടുള്ള അഴിമതി CPM-ൻ്റെ അണികളെ വലിയ തോതിൽ അസ്വസ്ഥരാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ആ അസ്വസ്ഥതയുടെ ഫലമാണ് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അസ്വസ്ഥതയുടെ ഫലമായിട്ടാണ് കോൺഗ്രസിനും ഇരട്ടിയിലധികം സീറ്റിലേക്ക് ഉയരാൻ കഴിഞ്ഞത് എന്നും ആണ് എൻ്റെ നിരീക്ഷണം. നമ്മൾ CPM-ൻ്റെ കാര്യം ഒന്ന് നോക്കൂ. കഴിഞ്ഞ 52 സീറ്റുകൾ ഉണ്ടായിരുന്നു അവർക്ക്. 52-ൽ നിന്ന് അവർ 29-ലേക്ക് എത്തി. അതിൻ്റെ നേട്ടം BJPക്കും കോൺഗ്രസും ലഭിച്ചു. അപ്പോൾ CPM-ൻ്റെ 52 29-ലേക്ക് എത്തിയെന്ന് പറഞ്ഞതും BJPക്കും കോൺഗ്രസിനും ഉണ്ടായ നേട്ടവും കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ CPM താഴെത്തട്ടിലെ CPM അണികളുടെ വികാരം ഏതു നിലയിൽ ഈ CPM-ന് എതിരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനതിൻ്റെ മൊത്തം കണക്കുകൾ ഞാൻ ഒന്നെടുത്ത് നോക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് CPM-ൽ നിന്ന് BJP 12 വാർഡുകൾ പിടിച്ചെടുത്തു. 12 വാർഡുകൾ. അപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ BJP-യുടെ കഴിഞ്ഞ തവണത്തെ വാർഡുകൾ നിലനിർത്തിയതിനോടൊപ്പം 12 വാർഡുകളിൽ തിരിച്ചു പിടിക്കുമ്പോൾ ഏതാണ്ട് 48-50 എത്തുകയാണ് അവർ. അതോടൊപ്പം തന്നെ CPM-ൽ നിന്ന് UDF-ഉം 13 വാർഡുകൾ പിടിച്ചെടുത്തു. അപ്പോൾ CPM-ൽ നിന്ന് BJP എത്ര വാർഡുകൾ പിടിച്ചെടുത്തോ ഏതാണ്ട് അതിന് തുല്യമായ വാർഡുകൾ CPM-ൽ നിന്ന് UDF-ഉം പിടിച്ചെടുത്തിരിക്കുന്നു. അതേസമയം UDF-ൽ നിന്ന് BJP പിടിച്ചെടുത്ത 3 വാർഡ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ CPM-ൻ്റെ പൊതുവിലുള്ള ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ എന്താ? UDF-ൽ നിന്നാണ് BJP-യിലേക്ക് വോട്ട് പോകുന്നത് എന്നുള്ളതാണല്ലോ. UDF-ഉം BJP-യും കൂടെ ചേർന്ന് ഒത്തുകളിച്ചുകൊണ്ടാണ് BJP-ക്ക് ഇവിടെ ഭരണം കിട്ടിയത് എന്നൊക്കെയുള്ള വാദഗതികൾ CPM ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ പൊട്ട വാദഗതികളാണ് നമ്മൾ മനസ്സിലാക്കുക. CPM-ൽ നിന്ന് BJP-യിലേക്കും കോൺഗ്രസിലേക്കും ഏതാണ്ട് 12 വാർഡും 13 വാർഡും പോയിട്ടുണ്ട്. 12 വാർഡും 11 വാർഡും പോയിട്ടുണ്ട്. അതേസമയം UDF-ൽ നിന്ന് BJP-യിലേക്ക് 3 വാർഡേ പോയിട്ടുള്ളൂ. അപ്പോൾ ആരിൽ നിന്നാണ് BJP ഇവിടെ അധികാരം പിടിച്ചെടുത്തെന്നുള്ള വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിതിനകത്ത് നിരീക്ഷിക്കുന്നത് CPM-ൻ്റെ അടിത്തട്ടിലുള്ള അണികൾ അവരുടെ ഒന്നാമത്തെ വികാരം എന്ന് പറഞ്ഞാൽ CPM നേതൃത്വത്തിന് അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു. ആ പുറത്താക്കുന്നതിന് വേണ്ടി അവർ വളരെ വിവേചനപരമായി BJP ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്തു. കാരണം അവിടെ കോൺഗ്രസ് ദുർബലമായതുകൊണ്ട്. UDF ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ UDF-നും വോട്ട് ചെയ്തു. അപ്പോൾ അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? CPM-നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. ആ പുറത്താക്കുന്നതിന് വേണ്ടി അവർ കണ്ണടച്ച് വോട്ട് ചെയ്യാതെ അവർ വളരെ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിഷനോടുകൂടി എവിടെയൊക്കെ CPM-നെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യണം അവിടെയൊക്കെ BJPക്ക്, എവിടെയൊക്കെ CPM-നെ തോൽപ്പിക്കാൻ UDF-ന് വോട്ട് ചെയ്യണം അവിടെയൊക്കെ UDF-ന്. ആ നിലയിൽ വളരെ വിവേചനപരമായി വളരെ അവധാനതയോടുകൂടി CPM-ന് ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണമുണ്ടായിരിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി, CPM-നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി CPM അണികൾ വളരെ കൃത്യതയോടുകൂടി നടത്തിയ ഒരു വോട്ട് ചെയ്യലിൻ്റെ ഫലം ആയിട്ട് വേണം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ അധികാരത്തിലേക്കുള്ള വരവിനെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ നിരീക്ഷണം UDF അധികാരത്തിൽ വരും എന്നുള്ളതായി. അത് വരും എന്ന് കാണാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ചെയ്ത വലിയൊരു ശതമാനം CPM അണികൾ ഇത്തവണ UDF-ന് വോട്ട് ചെയ്യും. അതിൻ്റെ ബലത്തിൽ UDF അധികാരത്തിലേക്ക് വരും എന്നാണ് ഞാൻ നിരീക്ഷിച്ചത്. അത് പൂർണ്ണമായും തെറ്റായിപ്പോയി എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അത് ഏതാണ്ട് ഒരു 50% അത് ശരിയായിരുന്നു എന്നുള്ളതാണ്. UDF-ൽ നിന്ന് CPM-ൽ നിന്ന് UDF പിടിച്ചെടുത്തത് 11 വാർഡുകളായിരുന്നു എന്നുള്ളതിൽ നിന്ന് തെളിയുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണ CPM-ൻ്റെ അണികളുടെ വോട്ട് ബഹുഭൂരിപക്ഷവും BJPക്കാണ് പോയതെങ്കിൽ ഇത്തവണ CPM അണികളുടെ വോട്ടിൽ പകുതി UDF-നാണ് പോയത് എന്നതിൽ നിന്ന് എൻ്റെ അത്തരത്തിലുള്ള ആ നിരീക്ഷണം ഭാഗികമായി ശരിയാണ് എന്ന് വരും. പക്ഷേ
ഭാഗികമായി അത് തെറ്റായിരുന്നു എന്ന് ഞാൻ അംഗീകരിക്കുന്നു. BJPയുടെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളിലേക്ക് ഇപ്പോഴും CPMൻ്റെ വോട്ട് പോയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൊത്തം നമ്മുടെ ഒരു വിശകലനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ BJP അധികാരം പിടിച്ചെടുത്തുവെങ്കിൽ അതൊരു CPM വിരുദ്ധ വോട്ട് ചെയ്യലിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ CPM അണികളിൽ ഏതാണ്ട് ഒരു 50% പേരും UDFനാണ് മറിച്ച് മാറ്റി ചെയ്തത് എന്നതും ഇതിനകത്തുനിന്ന് വളരെ വളരെ വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ UDF ആണ് BJPയെ വളർത്തുന്നത് എന്നുള്ള CPMൻ്റെ ആ പൊതു മുദ്രാവാക്യം തകർന്നടിയുന്നതും നമ്മൾ ഇവിടെ കണ്ടു. കാരണം CPMൻ്റെ കൗൺസിലർമാരുടെ എണ്ണം 52-ൽ നിന്ന് 29-ലേക്ക് കുറഞ്ഞു. അതായത് 23 എണ്ണം കുറഞ്ഞപ്പോൾ അതിൽ 12 സീറ്റ് BJP പിടിച്ചെടുത്തപ്പോൾ 11 സീറ്റ് UDF പിടിച്ചെടുത്തു. യഥാർത്ഥത്തിൽ UDFൽ നിന്ന് BJP പിടിച്ചെടുത്തത് വെറും 3 സീറ്റ് മാത്രമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് CPMൻ്റെ വോട്ടുകളാണ് എന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് CPMൻ്റെ താഴെത്തട്ടിലെ അണികൾ CPMൻ്റെ നേതൃത്വത്തെ അധികാരഭ്രഷ്ടമാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നത് എന്നുള്ളതാണ്.